അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ സയ്യിദ് അവറുകളെ, ബഹുമാന്യ പണ്ഡിതന്മാർ, ശിഷ്യ, നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ബഹുമാന്യരായ അബ്ദുൽ ജലീൽ സഖാഫി ഉസ്താദ് അവർകൾ, ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ സോൺ പ്രസിഡന്റ് അബ്ദുസലാം ഹസൻ ഉസ്താദ്, ഈ വേദിയിൽ ഇനി വരാനിരിക്കുന്ന കേരള യാത്രയുടെ ക്യാപ്റ്റൻ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ഉസ്താദ്, മറ്റ് നേതാക്കന്മാരായ ഊരകം അബ്ദുറഹ്മാൻ സഖാഫി, സയ്യിദ് സലാഹുദ്ദീൻ തങ്ങൾ ഉൾപ്പെടെയുള്ള ജില്ലയുടെ സാരഥികൾ, ഈ വേദിയും സദസ്സും അലങ്കരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സുഹൃത്തുക്കളെ, മനുഷ്യർക്കൊപ്പം എന്ന ശീർഷകത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന കേരള യാത്രയുടെ അനുബന്ധമായി സംഘടിപ്പിക്കപ്പെട്ട ജില്ലാ യാത്രയുടെ വളാഞ്ചേരി സോണിലെ പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ് ഇപ്പോൾ. നമുക്കറിയാം, ഇതിനു മുമ്പ് ശൈഖുന സുൽത്താൻ ഉലമ എ പി ഉസ്താദിന്റെ നേതൃത്വത്തിൽ 2 കേരള യാത്രകൾ നമ്മുടെ കേരളം ദർശിക്കുകയുണ്ടായി. മറ്റു പല രാഷ്ട്രീയ കക്ഷികളുടെയും മറ്റു സംഘടനകളുടെയും യാത്രകളിൽ നിന്ന് വ്യത്യസ്തമായി സാന്ത്വന സേവന പ്രവർത്തനങ്ങൾക്കും ജനങ്ങളുടെ വിഷമങ്ങൾ തൊട്ടറിഞ്ഞുകൊണ്ടുമുള്ള ഒരു യാത്രയായിരുന്നു മുൻകാലത്ത് കഴിഞ്ഞു പോയത്. നിങ്ങൾക്കറിയാം, നമ്മൾ ആദ്യം നടത്തിയ കേരള യാത്രയിൽ മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാം എന്നുള്ള ശീർഷകത്തിലായിരുന്നു കേരള യാത്ര സംഘടിപ്പിക്കപ്പെട്ടത്. അന്നത്തെ കലാപകലുഷിതമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിലൂടെയാണ് സുൽത്താൻ ഉലമ എ പി ഉസ്താദ് ആ കേരള യാത്ര നയിച്ചത്. നിങ്ങൾ പിന്നോട്ട് നമ്മുടെ മനസ്സൊന്ന് പിന്നിലേക്ക് പോവുകയാണെങ്കിൽ അറിയാം, കേരളത്തില് ഫുട്ബോളിലെ സ്കോർ ബോർഡ് പോലെ കൊലപാതകങ്ങൾ അന്നത്തെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മനുഷ്യ മനസ്സുകളെ കോർത്തിണക്കാം എന്ന ഒരു ഏറ്റവും പ്രസക്തമായ ഒരു പ്രമേയത്തിൽ അന്നത്തെ യാത്ര സംഘടിപ്പിക്കപ്പെട്ടത്. അന്ന് മുഖാമുഖം നോക്കുക പോലും ചെയ്യാത്ത ബദ്ധവൈരികളായിരുന്ന ആളുകളെ, പ്രത്യേകിച്ച് കണ്ണൂരില് കണ്ണൂർ സിംഹം എന്ന് രാഷ്ട്രീയ പാർട്ടി വിശേഷിപ്പിക്കുന്ന മുൻ KPCC പ്രസിഡന്റ് സുധാകരനും അതുപോലെ CPM-ന്റെ ജയരാജനും പരസ്പരം നോക്കുക പോലും ചെയ്യാത്ത ഒരു സന്ദർഭത്തില് അവര് ഇടതും വലതും ഇരുത്തിക്കൊണ്ട് മനുഷ്യ മനസ്സിനെ കോർത്തിണക്കുക എന്നുള്ള ആ സന്ദേശം സാർത്ഥകമാക്കിക്കൊണ്ടാണ് അന്ന് കേരള യാത്രക്ക് തുടക്കം കുറിച്ചത്. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സാന്ത്വന പ്രവർത്തനങ്ങളുടെ തുടക്കം കൂടിയായിരുന്നു. അതിനുശേഷം മാനവികതയ്ക്ക് വേണ്ടിയുള്ള ഒരു യാത്ര നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി. അതിലും അന്നത്തെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പ്രസക്തമായ വിഷയങ്ങൾ പൊതുജന ശ്രദ്ധയിൽ പെടുത്തിക്കൊണ്ടായിരുന്നു നമ്മൾ കേരള യാത്ര നാം വരവേറ്റത്. ഇന്ന് മനുഷ്യർക്കൊപ്പം എന്നുള്ള ശീർഷകത്തിലാണ് ഈ യാത്ര സംഘടിപ്പിക്കുന്നത്. ഇതിനു മുന്നിട്ട് നമ്മുടെ സമസ്തയുടെ സെന്ററിയുടെ ഭാഗമായിട്ട് കൂടിയാണ് നാം ഈ കേരള യാത്ര സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കേവലം യാത്ര എന്നതിലുപരി വളരെ ആസൂത്രണമായി, വളരെ ചിട്ടയോടുകൂടി മുൻകൂട്ടി ആസൂത്രണം ചെയ്യപ്പെട്ട ഒരു പരിപാടിയാണ് കേരള യാത്ര. നമ്മുടെ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SSF-ന്റെ 50ാം വാർഷികം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രീതിയിൽ നമ്മൾ
സമുചിതമായി ആഘോഷിക്കുകയുണ്ടായി. തുടർന്ന് കഴിഞ്ഞ വർഷം SYSന്റെ 70ാം വാർഷികത്തോടനുബന്ധിച്ച് മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന ശീർഷകത്തില് നമ്മൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പദ്ധതികൾ ജനങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് പ്രവർത്തന നിരതരായി നാം സംഘടനയ്ക്ക് നടത്തുകയുണ്ടായി. ഈ വർഷം കേരള മുസ്ലിം ജമാഅത്തിന്റെ 10ാം വാർഷികമാണ്. 10ാം വാർഷികത്തോടനുബന്ധിച്ച് നിരവധി പ്രവർത്തനങ്ങളും പദ്ധതികളും ആവിഷ്കരിക്കപ്പെടുകയും ധാരാളം പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. കർഷകരെയും പ്രൊഫഷണലുകളെയും എല്ലാം സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളെ താഴെത്തട്ടിൽ പ്രകൃതിയോട് ഇണങ്ങുന്ന കൃഷി കാർഷിക വിഷയങ്ങൾ നാം അവരിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ ഭക്ഷ്യരീതിയെക്കുറിച്ചും മറ്റും ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ടുള്ള പല പ്രവർത്തനങ്ങളും ഇതിന് മുന്നോടി നടക്കുകയുണ്ടായി. ഇന്ന് എല്ലാവരെയും സ്പർശിച്ചുകൊണ്ട് പീഡിതരും പതിതരുമായ അരികവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് സമൂഹത്തിൽ വിഷമത അനുഭവിക്കുന്ന ആളുകളെ തൊട്ടറിഞ്ഞുകൊണ്ട് നാം ഈ കേരളയാത്ര അതിന്റെ ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി മനുഷ്യർക്കൊപ്പം എന്നുള്ള ശീർഷകത്തിൽ നടത്തുകയാണ്. നാം സമൂഹം അവഗണിക്കപ്പെട്ടു പോകുന്ന വിഭാഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ പ്രത്യേക ഒരു സാമൂഹ്യ ചിന്താഗതിക്ക് താൻ മാത്രം തനിക്ക് മാത്രം എന്നുള്ള ചിന്താഗതി വ്യത്യസ്തമായി സമൂഹത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു സന്ദേശം നാം ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഇത് ലിബറലിസത്തിനും അതുപോലെ തന്നെ ലഹരിക്കും തുടങ്ങിയ ഇന്ന് സമൂഹത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ അവിശുദ്ധമായ കാര്യങ്ങൾക്കും എതിരെയുള്ള ഒരു യാത്രയാണ്. ഇന്ന് 10 വർഷം അല്ലെങ്കിൽ ഒരു വാഴവട്ട കാലത്തിന് മുമ്പ് നാം നടത്തിയ സാഹചര്യമല്ല ഇന്ന്. ഫാസിസം അതിന്റെ എല്ലാ നിരക്കും നമ്മുടെ എല്ലാ ഭാഗങ്ങളിലും ഇറുകിച്ചേർന്ന ഒരവസ്ഥയാണുള്ളത്. ജുഡീഷ്യറിയും പാർലമെന്ററിയും എക്സിക്യൂട്ടീവും എല്ലാം ഫാസിസത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ മഹാഭാരതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നതിനപ്പുറം ആരൊക്കെയോ ചേർത്ത് പിടിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പലരെയും തള്ളിക്കൊണ്ടുള്ള ഒരു ചിന്താഗതിയിലേക്ക് സമൂഹം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു വിഷയം മനുഷ്യരെ ചേർത്ത് പിടിക്കുക എന്നുള്ള മഹത്തായ വിഷയം മുന്നിൽ ഇട്ടുകൊണ്ടാണ് മനുഷ്യർക്കൊപ്പം എന്ന ശീർഷകത്തിൽ കേരള മുസ്ലിം ജമാഅത്തും സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെഞ്ചുറിയുടെ ഭാഗമായി കേരളയാത്ര സംഘടിപ്പിക്കുന്നത്. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. അതിന്റെ അനുബന്ധമായി എല്ലാ സോണുകളിലും ജില്ലാ യാത്ര ഇതിന്റെ സന്ദേശ പ്രയാണം നടത്തുകയാണ്. ഇന്ന് മലപ്പുറം ജില്ലയുടെ 2 ഭാഗങ്ങൾ ഈസ്റ്റ് വെസ്റ്റ് ഭാഗങ്ങളിലായിട്ട് ഇന്നത്തെ ദിവസം തുടക്കം കുറിച്ചു. പൊന്നാനിയിൽ നിന്ന് തുടക്കം കുറിച്ച യാത്ര എടപ്പാൾ പിന്നിട്ട് വളാഞ്ചേരി സോണിലുള്ള കുറ്റിപ്പുറത്ത് ഇന്ന് വൈകിട്ട് എത്തുകയാണ്. അവരെ സ്വാഗതം ചെയ്യുകയും അവർക്ക് പറയാനുള്ള കേൾക്കുകയും അവർ ഉണർത്തുന്ന മാനുഷിക വിഷയങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്യുക എന്നുള്ള മഹത്തായ കർത്തവ്യം നമ്മിലുണ്ട്. ആ ഒരു സന്ദേശം മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ ഉത്തരവാദിത്തത്തിലേക്ക് കടക്കുന്നു. ഈ പരിപാടിയിൽ പ്രാർത്ഥന നിർവഹിച്ചത് കേരള മുസ്ലിം ജമാഅത്തിന്റെ സോൺ വൈസ് പ്രസിഡന്റ് സെയ്ദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ കാർത്തല സെയ്ദ് അവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഉസ്താദ് അബ്ദുൽ ജലീൽ സഖാഫി ഉസ്താദ് അവറുകളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ബഹുമാന്യനായ സോൺ കേരള മുസ്ലിം ജമാഅത്ത് വളാഞ്ചേരി സോൺ പ്രസിഡന്റ് അബ്ദുസലാം ഹസൻ ഉസ്താദാണ്. അദ്ദേഹത്തെയും അതുപോലെ ഇനി കേരള യാത്രയുടെ ഭാഗമായിട്ട് കൂറ്റപ്പാറ ഉസ്താദിന്റെ നേതൃത്വത്തിൽ കടന്നു വരുന്ന ജാഥയിലുള്ള മുസ്ലിം ഊരകം സത്താബി സലാഹുദ്ദീൻ തങ്ങളെ തുടങ്ങി ജില്ലാ സാരഥികൾക്കൊപ്പം നമ്മുടെ ഇവിടെ വിഷയാവതരണം നടത്തുന്ന മനുഷ്യർക്കൊപ്പം എന്ന വിഷയത്തെക്കുറിച്ച് വിഷയാവതരണം നടത്തുന്ന നമുക്കേവർക്കും സുപരിചിതനായ വഹാബ് സഖാഫി മമ്പാട് ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരെയും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും എല്ലാ മനുഷ്യരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗം
ഇതിന്റെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ കേരള മുസ്ലിം ജമാഅത്ത് വളാഞ്ചേരി സോൺ പ്രസിഡന്റ് അബ്ദുസലാം ഹസനി അദ്ദേഹത്തെ ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു, നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.